ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഒരിക്കലും എന്താണ് ഈ പരിപാടി എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം വെറുതെ യൂട്യൂബ് നോക്കുന്ന സമയത്ത്, സ്ക്രോൾ ചെയ്ത സമയത്ത് താഴത്തെ ഇങ്ങനെ നോക്കിയപ്പോൾ ഹോം പേജിൽ വന്ന് കടന്നിരുന്ന ഒരു സംഭവമായിരുന്നു മലൈക്കോട്ടെ വാലിബന്റെ സെക്കൻഡ് ടീസർ. ഇതിപ്പോ കുറച്ചായിട്ട് എന്താ പറയുക, ലീക്ക് ആവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക പരിപാടിയായിട്ടുണ്ട്. ഇത് ഒരു മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത് ക്രൂ മെമ്പേഴ്സും ബാക്കിയുള്ളവരൊക്കെ ലീക്കായി എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളി വിടുന്നതാണോ, അതോ ഇനി ശരിക്കും ലീക്ക് ആവുന്നതാണോ? ഇനിയിപ്പോ ഈ ലീക്ക് ആക്കുന്നവന്മാരാണ് അവരൊക്കെ പിടിച്ച് രണ്ട് പൊട്ടിക്കാണ് വേണ്ടത്. ഒരു മനോരമ ഓൺലൈനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ അറിഞ്ഞ വെച്ചാൽ ഞാൻ കുറെ വീഡിയോ നോക്കി കഴിഞ്ഞപ്പോൾ ചില ആളുകൾ കമന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് 12 മണിക്ക് വരാനിരുന്നതാണ്, ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ടീസർ ആയിട്ട് വരാനിരുന്നതാണ്, പക്ഷെ ലീക്ക് ആയതുകൊണ്ട് ഇപ്പോൾ അവർ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ലാലേട്ടന്റെ പേജിൽ നോക്കി, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ പേജിൽ നോക്കി, LGP അടക്കം എന്തൊക്കെ സോഴ്സ് ഉണ്ട് അതിലൊക്കെ നോക്കി, പക്ഷെ അവിടെ ആരും ഇത് പോസ്റ്റ് ആയിട്ട് കണ്ടില്ല. അതിനിപ്പോൾ ഒറിജിനൽ ആണോ അല്ലെന്ന് പോലും ഒരു പിടിയില്ല. പക്ഷെ ലീക്ക് ആയതാണെന്നാണ് എൻ്റെ ഒരു വെപ്പ്. എനിവേ, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബനാണ് നമ്മൾ അത്രയും കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് സംഗതി എങ്ങനെയുണ്ട് നോക്കാം. ഇത് ലീക്കായ വേർഷൻ അല്ല, ഇത് മനോരമ ഓൺലൈനിൽ അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 47 മിനിറ്റ് ആയി പോസ്റ്റ് ചെയ്തിട്ട് 5617 വ്യൂ ആണ് ഇപ്പോൾ ഞാനിത് കാണാനിരിക്കുന്ന സമയത്തുള്ളത്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഒരു രസം. റെഡി. അകത്താര അകത്തെ ദേവി, അപ്പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. മ്യൂസിക് രക്ഷയിൽ പരിപാടി വളരെ സിമ്പിളാണ്. വെറും 30 സെക്കൻഡ് ഉള്ളൂ. അകത്താര, അകത്ത് ദേവി, പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. വെരി സിമ്പിൾ. ജസ്റ്റ് ഒരു ഓക്കെ, ന്യൂ ഇയർ അല്ലേ, എല്ലാവരും ഓരോ സംഗതി കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്തൊരു സംഭവം പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തന്ന ചെറിയൊരു സംഭവം. പക്ഷെ ഇതല്ലാണ്ട് എന്തെങ്കിലും വരുന്നു ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം നാളെ ഇതിന്റെ എന്തെങ്കിലും നല്ലൊരു പോസ്റ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലൊരു ഗ്ലിംസോ ഒക്കെ വരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ എന്താ ഇതിനെ കുറിച്ച് പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല. എനിക്കിതിന്റെ BGM ഉണ്ടല്ലോ, അതിന് ശേഷം വന്നുള്ളത്, അത് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഇതിനു മുമ്പ് വന്ന പോസ്റ്റേഴ്സ് ഒക്കെ ഗംഭീര പോസ്റ്റേഴ്സ് ആയിരുന്നു. പക്ഷെ പേഴ്സണലി ഇതിന്റെ ഗ്ലിംസ് ആണെങ്കിലും ടീസർ ആണെങ്കിലും എനിക്ക് അങ്ങനെ വലിയ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അത് വേറൊന്നുമല്ല, ലാലേട്ടനെ വരേക്ക് കാണാൻ പറ്റിയില്ല. കറക്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ ഒരു മിനിറ്റിന്റെ സാധനം വന്നിട്ട് അതിലാകെ ഒരു 15 സെക്കൻഡ് കണ്ടിട്ടുണ്ടാവും. ബാക്കിയൊക്കെ കട്ട് ചെയ്ത് പോയി. കുറെ ഇരുട്ടും ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് വോയിസും ലാലേട്ടന്റെ ചെറിയ 2 പോർഷൻസ് മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലായിരുന്നു, സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷെ പ്രതീക്ഷ അവിടെ ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഇത് സാറ്റിസ്ഫൈഡ് ആണോ വെച്ചാൽ അല്ല. അത്രയും ചെറിയ സാധനമാണ്. മാത്രമല്ല, ഇതിന്റെ താഴെ ഞാൻ ഒരു കമന്റ് വായിച്ചത്, കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇതിന്റെ താഴെ വായിച്ചൊരു കമന്റ് ഇങ്ങനെയാണ്, അതായത് ഇത് മിക്കവാറും മറ്റൊരു മരക്കാറോ അല്ലെങ്കിൽ ഒടിയനൊക്കെ ആവും എന്ന് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ട് വെച്ചാൽ ഈ മനസ്സിലായത് മറ്റൊരു കമന്റിൽ, കാരണം ഇവരിങ്ങനെ പറയാനുള്ള കാരണം ഇതായിരിക്കും എന്ന് മനസ്സിലാവാൻ കാരണമാകുന്നത്. കാരണം മറ്റൊരു കമന്റിൽ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, വലിയ പ്രതീക്ഷ ഒന്നും വെച്ച് പോകട്ടോ, ഇത് വെറും നാടകം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊരു നാടകമാണെങ്കിലോ ആ സിനിമയിൽ എന്താ നാടകം കളിച്ചൂടെ? അപ്പൊ നാടകം കളിക്കുമ്പോൾ നാടകത്തിലെ ഡയലോഗ് പോലെ ചുമ്മാ ഒന്ന് കൊടുത്ത് ചെറിയൊരു കട്ടല്ലേ. സിനിമ മൊത്തം അങ്ങനെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ജസ്റ്റ് ചെറിയൊരു ഗ്ലിംസോ ചെറിയൊരു സംഭവം കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് സ്റ്റിൽ സംഭവം അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ആ BGM വരുമ്പോൾ തന്നെ ജസ്റ്റ് 30 സെക്കൻഡിൽ ആ ലാസ്റ്റ് മലൈക്കോട്ടെ വാലിബൻ എഴുതി കാണിക്കുമ്പോഴുള്ള മ്യൂസിക് ഭയങ്കര രസമായിട്ട് വന്നിട്ടില്ലേ. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ, സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ പൊടി മാറി ഇങ്ങനെ വരുമ്പോൾ, ആ ഒരു ചെറിയ ബ്ലറിലൊക്കെ ഇങ്ങനെ ആള് വന്നിട്ട് ഫേസ് റിവീൽ ചെയ്യുമ്പോൾ, ആ ടൈമിലൊക്കെ ഈ മ്യൂസിക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ഉണ്ട്. നമ്മള് കൗബോയ് മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് ഹോളിവുഡിൽ അതിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോട്ടുകൾ. റാങ്കോ എന്നാണ് തോന്നുന്നു, ഒരു ആനിമേഷൻ മൂവിയിലുണ്ട് ഇതുപോലത്തെ ചില മ്യൂസിക്കുകളും സാധനങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ആയിക്കൂടാതൊന്നുമില്ല. പിന്നെ ഇതിന്റെ താഴെ തന്നെ വന്നുള്ള ഒരു കമന്റ്, അത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ അവൻ ഭയങ്കര സാധ്യത ഉണ്ട് തോന്നി. അതായത് ഇദ്ദേഹം, അതായത് ചെമ്പോത്ത് സൈമൺ ലാലേട്ടൻ, അദ്ദേഹം ഒരു നാടക നടനാണ്. അദ്ദേഹം ഒരു നാടകം
ചെയ്യുന്നതിലെ കഥാപാത്രത്തിന്റെ പേരാണ് മലൈക്കോട്ടെ വാലിബൻ. സോ അങ്ങനെ ആ ഒരു സ്ഥലത്ത് പോയി, ഒരു പ്രത്യേക സ്ഥലത്ത് പോയി അവർ ആ നാടകം കളിക്കുമ്പോൾ അതിന്റെ പോർഷൻ നമ്മളിപ്പോൾ കണ്ടത്. സോ നാടകം കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാള് സ്റ്റക്ക് ആവുകയും അയാൾ പെട്ടെന്ന് ആ വാലിബൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. പിന്നീട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. അതിനുശേഷം മൂപ്പര് ഭയങ്കര പവർഫുൾ ആവുകയും ആ ക്യാരക്ടറിൽ തന്നെ ഭയങ്കര ചേഞ്ച് വരും, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ മറ്റൊരു കമന്റിൽ വീണ്ടും ഒരാൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ റിപ്ലൈയില്, അങ്ങനെയാകുമ്പോ ഇത് തന്നെയല്ലേ ഇപ്പോ നൻപകൽ നേരത്ത് മയക്കത്തിന്റെ കഥ. അപ്പൊ സത്യത്തിൽ ഞാൻ ആ കിളി പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവം, ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, 25-ാം തീയതി വരെ വെയിറ്റ് ചെയ്യുക, തിയേറ്ററിൽ പോവുക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. മറ്റൊരു തരത്തിലുള്ള എക്സ്പെക്ടേഷനും വെക്കാതെ ഇതൊരു മാസ് മൂവി, ഒരു ഭയങ്കര സംഭവം, ഞാനടക്കം എല്ലാവരും പറയുന്ന സംഭവം, നമ്മുടെ പ്രതീക്ഷകൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. കാരണം ഇതൊരു LJP മൂവിയാണ്. 95% ഇതൊരു LJP മൂവി തന്നെയാണ്. അതിൽ ലാലേട്ടൻ അഭിനയിക്കുന്നുള്ളത് ഭയങ്കര സംഭവമായിട്ടൊക്കെ ആണെങ്കിൽ പോലും അത് LJP മൂവി തന്നെയാണ്. അതിൽ മമ്മൂക്ക, ലാലേട്ടൻ, മറ്റ് നടന്മാർ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഡയറക്ടറുടെ വിഷൻ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതാണ് നമ്മൾ ഇതിൽ വെക്കേണ്ട എക്സ്പെക്ടേഷൻ. മറ്റുള്ള LJP മൂവീസ് കണ്ടിട്ട് ഇയാളുടെ പടങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്, നൻപകൽ നേരത്ത് മയക്കം മമ്മൂക്കനെ വെച്ച് ഇയാൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പ്രത്യേകത ഉണ്ടാവും, നല്ല മൂവി ആയിരിക്കും. പക്ഷെ നമ്മൾ വെറുതെ വലിയൊരു മാസ് പടമൊക്കെ ആലോചിച്ച് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ചില ഷോട്ടുകളും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഭയങ്കര പൊടിവാറിനടി അത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഉണ്ടാവുകയാണെങ്കിൽ ബോണസ് എന്ന് കൂട്ടുക. അല്ലെങ്കിൽ നമുക്കൊരു ഒരു LJP മൂവി, അത് ലാലേട്ടൻ എങ്ങനെ പെർഫോം ചെയ്യും, അതൊക്കെ കാണാനുള്ള ഒരു എക്സ്പെക്ടേഷനിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോ ഈ എല്ലാ വലിയ സിനിമകൾക്കും സംഭവിക്കുന്ന പോലെ വലിയ സംഭവം എന്ന് പറഞ്ഞു വന്നിട്ട് നമ്മൾ കുറെ പ്രതീക്ഷകളും വെച്ച് കുറെ ഡീകോഡിങ് ചെയ്ത് നമ്മളായിട്ട് കുറെ കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കാണുമ്പോൾ നമുക്കത് പറ്റിയിട്ടില്ലെങ്കിൽ നല്ല സിനിമയായിരിക്കും, അത് വെറുതെ ഒന്നും അല്ലാതായി പോകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിവേ ഇത് ഒരു നാടകത്തിന്റെ ചെറിയൊരു ഭാഗം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അവിടെ മലൈക്കോട്ട വാലിബൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിരിക്കും, അവിടെ നാടകം കളിക്കാൻ വന്ന ഏതോ ഒരാൾ, അയാളോട് ചോദിക്കുന്ന അകത്താരാണ്, അകത്ത് ദേവി, ദാറ്റ്സ് ഓൾ. സോ അത് സിമ്പിളായിട്ട് വിടുക. എനിവേ ഐ ആം വെയിറ്റിംഗ്. നല്ലൊരു അപ്ഡേറ്റ് നാളെ വരും തന്നെ പ്രതീക്ഷിക്കുന്നു. വരികയാണെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം ഇതൊന്നും ലാലേട്ടന്റെ പോസ്റ്റർ വന്നിട്ടില്ല. ഇനി ഇത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറയും, എനിക്കൊന്നും മനസ്സിലാവണില്ല. എനിവേ ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ മലൈക്കോട്ട വാലിബൻ. 2024 ഒരു ബ്രഹ്മാണ്ഡ സംഭവം വാലിബൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ബട്ട് അമിതമായിട്ടുള്ള മറ്റ് എക്സ്പെക്ടേഷൻസ് ഒക്കെ, എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എക്സ്പെക്ടേഷൻസ് ഒക്കെ ഈ നിമിഷം താഴ്ത്തി വെച്ചിരിക്കുന്നു. എനിവേ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ മലൈക്കോട്ട വാലിബന്റെ വീഡിയോ ആണെങ്കിലും എന്ത് വീഡിയോ ആണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ലൈക്ക്, സപ്പോർട്ട്.